ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ സീസൺ 2 വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ തമിഴിൽ ഒറിജിനൽ എപ്പിസോഡ് കണ്ടിട്ടാണ് റിവ്യൂ പറയുന്നത്. ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒറിജിനൽ എപ്പിസോഡ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ തമിഴ് പതിപ്പ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വിക്രം 6 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അന്വേഷിക്കാൻ പോകുന്നത് വേദയെയാണ്. വേദയെ അന്വേഷിക്കാൻ വേണ്ടി ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയതാണ്, എൻ്റെ പരമാവധി ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷെ നീ എന്താ ചെയ്തത്? തെറ്റുകളൊക്കെ നീ ചെയ്തു എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് ചെയ്തത്. ചെയ്യാത്ത തെറ്റ് പോലും നീ ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റം കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നീ ഇപ്പോൾ അന്വേഷിച്ചല്ലോ വേദയെയും കുഞ്ഞിനെയും കുറിച്ച്. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഒരറിവുമില്ല. അവൾ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുമ്പോൾ, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. അവൾ ഗർഭിണിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ പിന്നെ ആ കുഞ്ഞിനെ എന്തിനില്ലാതാക്കണം എന്ന് ചോദിക്കുമ്പോൾ, നീ തെറ്റ് ചെയ്തെന്ന് കോടതിയിൽ സമ്മതിച്ചപ്പോൾ അവൾക്ക് നിന്നോട് തീർത്താൽ തീരാത്ത ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തിൽ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ അവളെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവളുടെ അമ്മ മരിച്ചതുപോലും വേദ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവളുടെ അമ്മ മരിച്ചതുപോലും അവളെ കാണാനില്ലാത്ത വിഷമത്തിൽ നീറിയാണ്. എന്നിട്ട് പോലും അവളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല എന്നൊക്കെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന വിക്രത്തിനാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വിഷമത്തോടു കൂടിയാണ് വിക്രം ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. അങ്ങനെ നേരെ പോകുന്നത് ബാറിലേക്കാണ്. ബാറിൽ പോയിട്ട് വയറ് നിറച്ച് കള്ളു കുടിക്കുകയാണ് വിക്രം. അപ്പോൾ കൂട്ടുകാരും കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എടാ വേണ്ട വിക്രം എന്ന് പറയുമ്പോൾ, എന്നാലും ഞാൻ ഇത്രയും വർഷം ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ പുറത്തിറങ്ങാൻ വേണ്ടി ആ മുഖം ഒന്ന് കാണാനുള്ള തിടുക്കായിരുന്നു. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. വയറ്റിൽ വെച്ച് തന്നെ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. അവളോട് ചോദിക്കണം, അവൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കാമായിരുന്നു. എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനോട് തീർത്തതെന്ന് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ കുടിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് വിക്രം ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ആ കുടിച്ച കോലത്തിൽ വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും ചേർന്ന് നമ്മുടെ രാധയുടെ അടുത്തേക്കാണ് കേട്ടോ വിക്രത്തിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ രാധയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു പൊസിഷനിലായിട്ടുണ്ട്. അതായത് രാധ ഇപ്പോൾ പേരെടുത്തൊരു വക്കീലാണ്. അപ്പോൾ രാധയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. രാധയാണെങ്കിൽ വലിയ വീടൊക്കെ വെച്ച് നല്ലൊരു സെറ്റപ്പിലാണ്. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും രാധ വന്നിൽ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനോട് ഇതെന്ത് കോലമാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രം എത്ര പെഗ് അടിച്ചു എന്ന് കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട, 2 കുപ്പി മദ്യം അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ്, നീ അകത്തേക്ക് വാ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് കൂട്ടുകാരോട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ രാധയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൂട്ടുകാർ എവിടെ നിന്നും പോവാണ്. അപ്പോൾ രാധയുടെ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇവനെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറ്റുന്നത്? നിനക്കിപ്പോൾ നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുടിച്ചു നടക്കുന്നവനെ എന്തിനാ മോളെ ഈ വീട്ടിലേക്ക് കയറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഇപ്പോൾ വിക്രം കുടിക്കുന്ന ഒരാളായിട്ടുണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണക്കാരൻ വിക്രം തന്നെയാണ്. എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്, എവിടെയും എത്താത്ത എൻ്റെ ജീവിതം വെറുതെ കിടന്നപ്പോൾ പഠിക്കാൻ പൈസ തന്നതും എന്നെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചതും ഞാൻ ഈ വീട് വെച്ചതും ഇപ്പോൾ പേരെടുത്ത ഒരു വക്കീലായതും എല്ലാത്തിനും കാരണം വിക്രമാണ്. അതുകൊണ്ട് പഴയതൊന്നും മറക്കല്ലേച്ച എന്ന് പറയുന്നുണ്ട് രാധ. ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ വിക്രമാണ്. അതുകൊണ്ട് വിക്രത്തിനെ അങ്ങനെ ഒഴിവാക്കി വിടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അവിടെ ഒരു റൂമിൽ വിക്രത്തെ കിടത്തുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, രാധ നിനക്കറിയാമോ, വേദ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ രാധയുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, വിക്രമയുടെ സമാധാനത്തോടെ ഇരിക്കുക, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. വർഷങ്ങൾക്ക് ശേഷം വേദയെ കാണിക്കുന്നുണ്ട്. അതായത് വേദ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. അവിടുത്തെ ജില്ലാ കളക്ടറാണ് വേദ. അങ്ങനെ അവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളക്കടത്ത് ടീം അവിടുത്തെ വലിയൊരു പ്രമാണിയാണ്. അപ്പോൾ ആ പണവും സ്വർണവും ഒക്കെ കള്ളക്കടത്ത് നടത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് പോലീസുകാർ അയാളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്നെ വിടാൻ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. താൻ ആരായാലും ഞങ്ങൾക്ക് എന്താടോ? തൻ്റെ കാറിൽ നിന്നും ലോഡ് കണക്കിന് സ്വർണ്ണ ബിസ്ക്കറ്റുകളും പണവും ഒക്കെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാരോട് വേദ പറയുന്നുണ്ട്. അങ്ങനെ അയാളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ വേദയെ നോക്കി കൈയടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആന്ധ്രാപ്രദേശത്തിലെ ആ ഒരു സ്ഥലത്തെ തന്നെ വേദ മാറ്റിമറിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു അധർമ്മം പോലും നടക്കുന്നില്ല. എന്തെങ്കിലും അധർമ്മം നടന്നു കഴിഞ്ഞാൽ വേദ സ്പോട്ടിൽ ഇടപെട്ട് അവിടെ അതെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നവും വേദ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ആരും അറിയാതെ അവിടെ
അറിയാതെയാണ് ജീവിക്കുന്നത്. താൻ ഇവിടെ ഉണ്ടെന്ന കാര്യം ആരും അറിയരുത്, അതിനുവേണ്ടി തന്നെയാണ് കേട്ടോ വേദ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രമാണിയുടെ പിടിച്ചത് ഒരു വലിയ പ്രശ്നമാകുമ്പോഴേക്കും വേദ അവിടെ പത്രത്തിലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതുമാത്രമല്ല വേദയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്, അതായത് ട്രാൻസ്ഫർ ചെയ്ത് സസ്പെൻഡ് കം ട്രാൻസ്ഫർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കൊടുത്തേക്കാണ്. അപ്പോൾ ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. വിക്രയും വേദവും ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് വേദയെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. വേദയ്ക്കാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നല്ലോ, ഈ സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്നൊക്കെ ആലോചിച്ച് വേദയ്ക്ക് ആകെ വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. അപ്പോൾ വേദയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആയുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിനെ നോക്കണമല്ലോ. വേദ ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആയയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് പോലും അവരെ ആയയെ വിളിക്കുന്നത് അമ്മ എന്നാണ്. ആ ആയയുടെ പേരിനോട് കൂടെ അമ്മ എന്ന് ചേർത്തിട്ടാണ് വേദയുടെ കുഞ്ഞ് അവരെ വിളിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും കുഞ്ഞിനെയാണ്. അപ്പോൾ വേദയും വിക്രത്തിന്റെയും കുഞ്ഞിനെയും പരാതിയോട് പരാതിയാണ്. സ്കൂളിൽ ഓരോരോ കുട്ടികളെ, ഒരു കുട്ടി വന്നിട്ട് അതിന്റെ പാരൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, ആന്റിയെയും അങ്കിളിനെയൊക്കെ വിളിച്ചുകൊണ്ട് വേദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആയയാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ആയ ചോദിക്കുമ്പോൾ എൻ്റെ മോളുടെ കൈ നിങ്ങൾ കണ്ടില്ലേ, പിച്ചി മാന്തി വെച്ചിരിക്കുകയാണ്, ഇവിടുത്തെ കൊച്ചു ചെയ്ത പണിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, നമ്മളിത് എത്രാമത്തെ പ്രാവശ്യം ക്ഷമിക്കുന്നത്, കളക്ടർ മേഡത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത്. കളക്ടർ മേഡം നമുക്കൊക്കെ ദൈവത്തെ പോലെയാണ്, അതുകൊണ്ട് മാത്രം ക്ഷമിച്ചത്. പക്ഷേ എൻ്റെ മോളുടെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി എൻ്റെ മോളെയോ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളെയോ ഇവിടുത്തെ കുട്ടി വേദ മേഡത്തിൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാരൻസ് എല്ലാവരും കൂടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആയാണെങ്കിൽ നമ്മുടെ വേദമോളുടെ മോള് വരുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൾ ആ കുട്ടിയെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വേദയുടെ കുട്ടി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, അവൾ എന്നെ കളിയാക്കുകയാണ്, എനിക്ക് അച്ഛനില്ല, എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി, അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപദ്രവിച്ചത് എന്ന് പറയുമ്പോൾ ആയക്കാണെങ്കിലും ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വേദ അവിടേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവളെവിടെ, ആ കുരുത്തം കെട്ടവൾ എന്ന് ചോദിക്കുമ്പോൾ നീ അവളെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, നോക്ക് അവൾ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് പറയുമ്പോൾ ആഹാ കൊള്ളാലോ, കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് ചേച്ചി ന്യായവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ അതെ, ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ എന്താ കാരണം എന്നറിയാമോ, ആ കുട്ടി അവളോട് ചോദിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ ആരാണെന്ന് അവർ ചോദിച്ചു, അതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ ഉപദ്രവിച്ചത്. കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എനിക്ക് പോലും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്, നീ ആരോടും ഒന്നും പറയുന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട, എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. നീ തല്ലോ എന്ന് കരുതി മോളെ ഒളിച്ചു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് ആയ. അതേ മോളെ നീ ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അമ്മ തല്ലരുത്, പ്രോമിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രോമിസ് ഞാൻ തല്ലില്ല എന്ന് തന്നെ പറഞ്ഞ് വേദ വിളിക്കുന്നുണ്ട്. തുടർന്ന് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ അവരെന്നെ ഒരുപാട് കളിയാക്കി, എനിക്ക് ആ സ്കൂളിൽ പോകണ്ട അമ്മേ, ഓരോരോ കുട്ടികൾ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്നും എൻ്റെ അച്ഛൻ നിൻ്റെ പേരിൻ്റെ കൂടെ എന്താ അച്ഛൻ്റെ പേര് ചേർക്കാത്തതെന്നും നിൻ്റെ ഇനീഷ്യൽ എന്താണെന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട്സ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ അവരെ ഉപദ്രവിച്ചത്, എന്നോട് ക്ഷമിക്കാമേ, എനിക്ക് ആ സ്കൂളിൽ പോകണ്ട, ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കും എന്നൊക്കെ വേദയുടെ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വേദയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, മോളെ നമുക്ക് എന്തായാലും ഇനി ആ സ്കൂളിൽ മോൾക്ക് പഠിക്കേണ്ടി വരില്ല എന്ന് ചോദിക്കുമ്പോൾ അതെയോ, എന്നെ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണോ അമ്മേ, വേറെ ഏത് സ്കൂളിലാണ് എന്നെ ചേർക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അത് നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ് മോളെ, കേരളത്തിലേക്ക് എനിക്ക് കേരളം ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് കേരളത്തിലേക്ക് പോയാലോ, കേരളത്തിലേക്ക് പോകാം, ഇനി മോൾ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആയ ചോദിക്കുന്നുണ്ട് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ആ വലിയ പ്രമാണി ഉണ്ടല്ലോ അയാളെ ഞാൻ ജയിലിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് അയാൾ തീർത്തത്, അതും ഞാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കുന്ന ആ നാട്ടിലേക്ക് തന്നെയാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതേ നീ ഇങ്ങനെയൊന്നും പറയില്ലേ, ആ നാട് നിനക്ക് പ്രിയപ്പെട്ടതല്ലേ, 10-25 വർഷം നീ അവിടെയല്ലേ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് വർഷം, എനിക്ക് അവിടെ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്ന് പറയുമ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, എപ്പോഴാണ് നിനക്ക് മാറേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ആയ. 1 മാസം അതിനുള്ളിൽ തന്നെ മാറണം, എന്നാലും മോളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്തു വയ്ക്കാമെന്ന് പറയുന്നുണ്ട് വേദ. അങ്ങനെ വേദ മോളെയും കൂട്ടി കളക്ടറായിട്ട് ചാർജ് എടുക്കാനായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ പവിത്രത്തിൻ്റെ സീസൺ 2 വരാൻ പോകുന്ന ഈ ഒരു നല്ല ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്